പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 23 തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ,
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. പ്രിയമുള്ളവരെ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചും ധ്യാനിക്കുന്ന ഒരു കാലമാണ്. പെസഹ കാലം കഴിയുമ്പോൾ ഉയർപ്പ് കാലം. ഉയർപ്പ് കാലത്തിന് പ്രധാനപ്പെട്ട പ്രമേയമാണ് എമ്മാവുസിലെ ശിഷ്യന്മാർ. ഞാൻ ചിലപ്പോഴൊക്കെ ഈ എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർക്കും. എമ്മാവുസിലെ ശിഷ്യന്മാരെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഹൃദയം എന്നുള്ള വാക്ക് സുവിശേഷം ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സുവിശേഷത്തിൻ്റെ ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇതിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം ജ്വലിക്കുന്ന ഒരു പ്രക്രിയ ആണ് വചന കൈമാറ്റത്തിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കേണ്ടത്. അതിനാണ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വചനപ്രഘോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഹൃദയമാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അത് ജ്വലിപ്പിക്കണം. ഹൃദയം ഒരു ബയോളജിക്കൽ ഉപകരണമാണ്, അല്ലേ? ഒരു മോട്ടറല്ലേ, പമ്പിങ് മോട്ടറാണ്, ബ്ലഡ് പമ്പ് ചെയ്യണം. ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നൊരു മോട്ടറാണ്. പക്ഷെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മീയമായ ഹൃദയത്തിന് യേശു കർത്താവാണെന്ന് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ രക്ഷയുടെ സുവിശേഷമാണ് സ്വീകരിക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുന്നത്. അത് ഈശോ പറയണ്ട്. എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച്, എന്നെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഹോൾ രക്ഷാകര ചരിത്രത്തിന്റെ സാരസംഗ്രഹമായ ഈ വചനമാണ് ഹൃദയം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉദ്ദീപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് പോളും ആദിമ സഭയെല്ലാം ഹൃദയത്തിലേക്കാണ് വചനം കൊടുക്കുന്നത്. രക്ഷാ സുവിശേഷത്തിന് ബുദ്ധിപരമായ ഒരു തലമില്ല. നമ്മൾ ഏതോ കാലത്ത് രക്ഷാസുവിശേഷം ബുദ്ധിപരമായൊരു ഫാക്കൽറ്റിയുടെ വിഷയമാക്കി മാറ്റിയത് നിസ്സാര രീതിയിലല്ല മിഷനെ ബാധിച്ചിരിക്കുന്നത്. രക്ഷാകരമായ പദ്ധതി ഒരു ഇൻ്റലക്ച്വൽ വിഷയമല്ല ശരിക്കും. അതൊരു ഹൃദയംഗമമായ വിഷയമാണ്. അതുകൊണ്ടാണ് ആദിമസഭയുടെ ടോട്ടൽ കൺസെപ്റ്റ് അതാണ് 10:9 കണ്ട രക്ഷ എങ്ങനെ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അക്കാഡമിക് ബിസിനസ്. അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സുമല്ല. രക്ഷ പ്രാപിക്കണേ എങ്ങനെയാണ്? റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന്, അതാണ് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഹൃദയം ജ്വലിക്കുന്നത് ഒറ്റ വിഷയത്തിലാണ്. യേശു ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. ഈ ഒരു വിശ്വാസം ആ ഹൃദയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് എമ്മാവുസ് ശിഷ്യന്മാർ പറയണില്ലേ? അപ്പം അവൻ എന്താ സംസാരിച്ചത്? അവൻ സംസാരിച്ചത് റോമ 10:9 അനുസരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്നാണ് സംസാരിച്ചത്.
അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയിരുന്ന ആ രക്ഷയുടെ അനുഭവം കിട്ടിയ ആൾക്കാരെ എന്താണ് അവർ കണ്ണ് തുറന്നെന്നാ പറയണത്. ലൂക്ക 24:30-31. ലൂക്ക 24:30-31. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ മുറിച്ചപ്പോഴേ കണ്ണ് തുറന്നു. എന്തപ്പമാണ് മുറിച്ചിരിക്കുന്നത്? ഈ വചനങ്ങളെല്ലാം കേട്ട് ഹൃദയം ജ്വലിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ് ജീവൻ്റെ അപ്പമാണ് അവൻ മുറിച്ചിരിക്കുന്നത്. അതോടുകൂടി ആ മുറിക്കപ്പെട്ട നിമിഷങ്ങളിൽ അവരുടെ കണ്ണ് തുറന്നു. അവരെന്താ കണ്ടിരിക്കണത്? അകലെ കല്ലറ കണ്ടു, കല്ലറയുടെ കൂടെ കാൽവരി കണ്ടു, കാൽവരിയുടെ കൂടെ കൂട്ടായ്മ കണ്ടു. അവരെടുത്തൊരു ഓട്ടമാണ് ഓടണം. എന്തിനാണ്? ആ കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മയിലൂടെ ഭാഗമാകുമ്പോൾ ലഭിക്കാൻ പോകുന്ന കാൽവരിയെക്കുറിച്ചും ആ കാൽവരിയുടെ നിത്യസമാനമായ കല്ലറയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആണ് അവർ തിരിച്ചു പോകുന്നത്. ഓരോ അപ്പമുറുക്ക ശുശ്രൂഷയും ഓരോ പെസഹ വാരവും കല്ലറ കാൽവരിയും കൂട്ടായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യപ്പെടാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.